ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്തെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശരൺ എന്നോടൊപ്പം തുടരുന്നുണ്ട്. ശരൺ, പോലീസ് നടപടിയുടെ കൂടുതൽ വിവരങ്ങളുണ്ടോ? അറസ്റ്റിലേക്ക് പോകുമോ? അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതിന്റെ വിശദാംശമാണ് നമുക്ക് ഇനി കിട്ടാനുള്ളത്. നടി ഹണി റോസിനെ പലകുറിയായി പല വേദികളിൽ വെച്ച് അപമാനിച്ചു എന്ന കേസിൽ അവർ കൊടുത്ത പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് വളരെ പൊടുന്നനെ കർശനമായ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ കൂടി ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യവസായി കൂടിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഹണി റോസിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലെയോ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനത്തിലെ ഉദ്ഘാടന പരിപാടിക്ക് വിളിച്ച് പൊതുവേദിയിൽ വെച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിച്ചു എന്ന കേസിലും പിന്തുടർന്ന് അപമാനിക്കുന്നു എന്ന പരാതിയിലുമാണ് ഇപ്പോൾ കർശനമായ നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. ഇന്നലെ കേസെടുത്ത പോലീസ് ഇന്ന് രാവിലെ തന്നെ സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ഷാനിമോൾ ഉസ്മാൻ, ഒരു വൻകിടക്കാരനായിട്ട് കൂടി മുഖം നോക്കാതെ സമയബന്ധിതമായ നടപടി സർക്കാർ സ്വീകരിക്കുകയാണ്. ഇന്നിപ്പോൾ ഹണി റോസ് പറയുന്നു, ഇന്നലെ മുഖ്യമന്ത്രിയെ വിളിച്ചു, പൂട്ടിയിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു, ഇന്ന് രാവിലെ പിടിച്ചകത്തിട്ടിരിക്കുന്നു. ഇത് മാതൃകാപരമായ നടപടിയാണ്, ഇതൊരു ഗെയിം ചേഞ്ചർ നടപടിയാണ് എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? അല്ല, 100% ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തില് അവര് എത്ര ബുദ്ധിമുട്ടിയാണ് അവര് ആ പരാതി കൊടുക്കേണ്ടി വന്നെന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെ പൊന്നാലെ നടന്ന് അവരെ അധിക്ഷേപിക്കുകയാണ്. നമ്മൾ കാണുകയല്ലേ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ യാതൊരു തരത്തിലുള്ള മറയും ഇല്ലാതെ സ്ത്രീകളെ അപമാനിക്കുന്ന കുറെ ആളുകൾ നിരന്തരമായിട്ട് അവരിങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വേണ്ടാധീനങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരു വേദിയായിട്ട് മാറുമ്പോഴും നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കല്ലേ. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ ഈ ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അവര് പരാതി കൊടുത്തതിന് ഞാൻ അവരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഹണി റോസിനെ. ഇത് ഏത് സ്ത്രീക്കും വരാം, സിനിമാ മേഖലയിൽ എന്നുള്ളത് മാത്രമല്ല, ഏത് മേഖലയിലായാലും ഒരു നിസ്സാര ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും അതിന്റെ കീഴിൽ വന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത് ഒരിക്കലും ആ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടല്ല. ഇന്ന് ആ വിഷയത്തിന് ഏതെങ്കിലും രീതിയിൽ ലൈംഗിക ചുവയുള്ള വശത്തേക്ക് അത് തിരിച്ചു കൊണ്ടുപോവുകയും അത് സ്ത്രീകളെ അപമാനിച്ച് വീട്ടിലിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഠിനാധ്വാനമൊക്കെ ഇതിന്റെ പിന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യത്തിനൊക്കെ നീങ്ങി കോടതിയും നിയമവും ഒക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ആ പരാതി കൊടുക്കാൻ ഹണി റോസ് കാണിച്ചിട്ടുള്ള ധൈര്യം, അത് കേരളത്തിലെ പൊതുസമൂഹം അവരെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ആ നടപടിയെ കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാർ കാണിച്ചു എന്ന് പറയാനും ഷാനിമോൾക്ക് മടിയൊന്നുമില്ല. അല്ലല്ല, ഇതിനകത്ത് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നുള്ളതല്ല. ഇവിടെ നിയമം നടപ്പിലാക്കണം. ഇവിടെ നിയമം നടപ്പിലാക്കേണ്ടത് അധികാരമാരുടെ കയ്യിലാണ്, അവരാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പം അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം ഇപ്പൊ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള നടപടികൾ സത്വരമായി എടുക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇങ്ങനെ സ്ത്രീകളെ മോശപ്പെടുത്താൻ നിൽക്കുന്ന ആളുകൾക്ക് അതൊരു തീർച്ചയായിട്ടും ഒരു താക്കീതായിട്ട് മാറും. കേരളത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടാത്തതുണ്ട്. പക്ഷെ ഞാൻ അതിനെയൊന്നും താരതമ്യം ചെയ്യാനല്ലല്ലോ ഇപ്പം ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ അവസരം ഉപയോഗിക്കുന്നത് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ഒരു നിലപാടിനെയാണ് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നത്.